ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി വീടുകൾ കയറി വോട്ടഭ്യർത്ഥനയുമായി സഹപാഠികൾ. തൊടുപുഴ നഗരസഭ 15-ാം വാർഡ് സ്ഥാനാർത്ഥി PM ഫിറോസിനെയാണ് തിരക്കുകൾക്കിടയിലും സഹപാഠികൾ ഒത്തുകൂടിയത്. കാണാം ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷം. സ്ഥാനാർത്ഥിയായ പ്രിയ സുഹൃത്തിനു വേണ്ടി വോട്ട് തേടി വീടുകൾ കയറുകയാണ് സഹപാഠികളുടെ ഒരു കൂട്ടം. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 15-ാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ PM ഫിറോസിനു വേണ്ടിയാണ് സഹപാഠികളും വോട്ടഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ സഹപാഠികളുമുണ്ട്. സ്ഥാനാർത്ഥിയുടെ കൂടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ അടക്കം വോട്ട് തേടി വീടുകളിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ 1983 മുതൽ 85 വരെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ഞങ്ങളിപ്പോഴും കുട്ടികൾ തന്നെയാണ്. എന്ത് ആവശ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവിധ സഹകരണങ്ങളും നൽകിക്കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പം UDFൻ്റെ കാൻഡിഡേറ്റായി ആലോചിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ UDFൻ്റെ ഘടകകക്ഷികളുടെ പ്രാദേശിക നേതാക്കളുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ദിവസം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പം ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അവരുടെ പ്രാദേശികമായ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടെന്ന് കരുതി. പക്ഷേ അവർ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയും ഇന്ന് ആ തീയതി തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കയറിയിറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കയറുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളൊക്കെ? വലിയ അനുകൂലമായ റെസ്പോൺസാണ്. കാരണം ഇത്രയും കാലത്തിന് ശേഷം ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വ്യക്തിപരമായി എൻ്റെ ഒരു വ്യക്തിത്വത്തിനുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് ഇവരും അത് ക്യാമ്പയിൻ ചെയ്യുന്നത്. വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്ര വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ, വളരെ വൈകാരികമായ, ചിലപ്പോൾ എനിക്കിത് പറഞ്ഞു വരുമ്പം വേറെ തലത്തിലേക്കൊക്കെ പോകും. അത്രമാത്രം വൈകാരികമായൊരു ബന്ധമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി എനിക്കുള്ളത്. ഈ വാർഡിലെ ജനങ്ങളുമായും അങ്ങനെ തന്നെയാണ്. ഇനി ഏതായാലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂട്ടുകാരിൽ നിന്നും അറിയണം. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി ഫിറോസിനെ കുറിച്ച്? ഞങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ സമയപരിധി ഇല്ലെങ്കിൽ തന്നെയും 41 വർഷത്തെ ബന്ധമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടിട്ട് ഇതുപോലെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് തൻ്റെ ചെറുപ്പകാലം തൊട്ടിട്ട് ഇടപെടുന്ന വ്യക്തിയാണ്. സ്വാന്തനപരമായ മനുഷ്യത്വപരമായ രീതിയിലുള്ള ഇടപെടലുകൾ അതിന്നും ഈ ഇത്രയും നാളും അദ്ദേഹത്തിനോട് തുടർന്നും അത് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഒത്തുകൂടി പല ജില്ലകളിൽ നിന്നും ഇവിടെ ഒത്തുകൂടി ഫിറോസിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പയിന് വെക്കുമ്പോൾ വീടുകളിൽ കയറുമ്പോൾ അവരുടെ ഉള്ള അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ, ഒരുപാട് മാനുഷികമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ പ്രിയ ഫിറോസ്. സുഹൃത്തുമാണ്. അപ്പോൾ ഈ സ്കൂളിലെ പൊളിറ്റിക്സിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ആക്റ്റീവായി നിന്ന ഒരാളായിരുന്നു? നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. അതിനകത്ത് ഫിറോസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഈ ഇൻ്റർവ്യൂവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. വിവിധ രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടേതായ ഞങ്ങളുടെ കൂട്ടുകാരനെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഫിറോസ് ഇറക്കിയിരിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഈ 15-ാം വാർഡിൽ ഫിറോസിന് ഓരോ വാർഡിൻ്റെ മുക്കും മൂലയും അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. അതിനകത്ത് ചില ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ. ഞങ്ങൾ വരും. എവിടെയാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കൂട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ അതറിഞ്ഞാണ് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കേൾക്കുവാനുള്ള ഒരു മനസ്സ് വേണം. അതിൽ ശരിയുടെ ഭാഗത്ത് നിന്ന് അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഫിറോസിന് എത്രമാത്രം ആ ഒരു കഴിവുണ്ട്? 100% ആ മേഖലയിൽ 100%, ഒരു 100%, ഞങ്ങൾ 100% അദ്ദേഹത്തിന് ഇട്ടിരിക്കും. കാരണം ഇത്രയും വർഷത്തെ അദ്ദേഹമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ആഴവും വിവിധ രാഷ്ട്രീയ വിവിധ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അയാളെ പ്രവർത്തനം, അപ്പോൾ ഇതൊക്കെ കണക്കാക്കുമ്പോൾ നമുക്ക് 100% തന്നെ കൊടുത്തേ പറ്റുള്ളൂ. സഹജീവികളുള്ള കരുതൽ, അത് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ 542 കിടക്ക രോഗികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധിച്ചിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ ആകുമ്പോൾ തന്നെ താഴെ കിടക്കുള്ളവരും മുകളിൽ കിടക്കുള്ളവരുമായിട്ടുള്ള ഇതിൻ്റെ വിവിധ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും അത് എന്തായാലും ഇവിടെ ഈ വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. 100% തിരഞ്ഞെടുക്കേണ്ട ആൾ തന്നെയാണ്.
ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്. അപ്പോൾ എങ്ങനെയുണ്ട് പൊതുവെ ഇപ്പോൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണോ? വളരെ അനുകൂലമായൊരു സാഹചര്യമുണ്ട്. ഇവിടെ UDF പരമ്പരാഗതമായി മത്സരിച്ച് ജയിച്ചു പോരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നമുക്കൊരു നല്ല മത്സരം കാഴ്ചവെക്കാനും ഇവിടെ പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡിലെ ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങളെല്ലാം നേരിട്ട് കണ്ട് അതിനൊരു പോംവഴി കണ്ടെത്തുകയും ആ പോംവഴി നിർദ്ദേശിച്ചുകൊണ്ട് അതിലൊരു അഭിപ്രായമായിട്ട് പറഞ്ഞുകൊണ്ട് അത് സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു അഭിപ്രായം രൂപീകരിച്ച് അത് ചെറിയ വീഡിയോകളായി ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടാണ് തികച്ചും വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കൃത്യമായ ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആ രൂപത്തിൽ തന്നെയാണ്. ഈ വാർഡിനെ സംബന്ധിച്ച് അതിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ മുക്കും മൂലയും അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ നല്ല നിലയിൽ അത് പഠിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നല്ല റെസ്പോൺസ് വിഭാഗത്തു നിന്നുണ്ട്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതായത് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സഹപാഠികളും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയും ഈ വാർഡ്, അതായത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 15ാം വാർഡ് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കും മനുവിനും ഒപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.